യാത്രാമധ്യേ വിമാനത്തിന്റെ എമർജൻസി ഡോർ തുറക്കാൻ യാത്രക്കാരന്റെ ശ്രമം. എമർജൻസി എക്സിറ്റ് വിൻഡോ പാനലും അടിച്ചു തകർത്തു. മലേഷ്യയിൽ നിന്നും കൊച്ചിയിലേക്ക് വന്ന ബാട്ടിക് എയർലൈൻ വിമാനത്തിലായിരുന്നു സംഭവം. യുവാവിനെ നെടുമ്പാശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. സഹയാത്രക്കാരുടെയും ക്യാബിൻ ക്രൂവിന്റെയും സമയോചിതമായ ഇടപെടൽ മൂലമാണ് വൻ ദുരന്തം ഒഴിവായത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. നിതിൻ സേവ്യറുടെ വിശദാംശങ്ങൾ നൽകാൻ. നിതിൻ, കുറച്ചധിക സമയം ആശങ്ക വരുത്തുന്നതായിരുന്നു അവിടെ ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് സംഭവിച്ചത്? എന്താണ് ഇയാൾക്ക് പ്രശ്നം? തുടർന്നുള്ള എന്താണ് പോലീസ് അടക്കം പറയുന്നത് ഇതിൽ? ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് മലേഷ്യയിൽ നിന്നും കൊച്ചിയിലേക്ക് വന്നിരുന്ന വിമാനമാണ്, ബാട്ടിക് എയർലൈനിന്റെ വിമാനമാണ്. ഈ വിമാനത്തിൽ വെച്ചാണ് ഇത്തരത്തിൽ വളരെ അപകടകരമായ ഒരു സംഭവം നടക്കുന്നത്. ഈ യാത്രക്കാരൊക്കെ തന്നെ ഉറങ്ങുന്ന സമയമായിരുന്നു കൊച്ചിയിലേക്ക് എത്തുന്ന സമയത്ത്. അപ്പോഴാണ് വലിയ തോതിൽ എന്തോ ശബ്ദം ഇവർ കേൾക്കുന്നത്, പല യാത്രക്കാർ കേൾക്കുന്നത്. അങ്ങനെ ഇവർ എണീറ്റ് നോക്കുമ്പോഴാണ് ഈ എമർജൻസി ഡോറിന് സമീപം വരുന്ന യുവാവ് ഇത്തരത്തിൽ എമർജൻസി വിൻഡോയുടെ പാനൽ തകർത്ത ശേഷം ഈ എമർജൻസി ഡോർ തുറക്കാൻ ശ്രമിക്കുന്നത് ഇവർ കാണുന്നത്. ഉടൻ തന്നെ ഈ ഒപ്പമുണ്ടായിരുന്ന സഹയാത്രക്കാരും ക്യാബിൻ ക്രൂ അംഗങ്ങളുമൊക്കെ തന്നെ ഇയാളെ ബലമായി അവിടെ നിന്ന് പിടിച്ചു മാറ്റുകയായിരുന്നു. ഇയാൾ പിന്നീട് വീണ്ടും വലിയ തോതിൽ ബലം പ്രയോഗിച്ച് തുറക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ യാത്രക്കാർ ഇയാളെ കീഴ്പ്പെടുത്തി പിന്നീട് ഇയാളുടെ കൈകാൽ ബന്ധിച്ച് ഇയാൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തുകയായിരുന്നു. പിന്നീട് ഉടൻ തന്നെ നെടുമ്പാശ്ശേരി പോലീസ് വിവരം അറിയിച്ചു. അങ്ങനെ വിമാനം ഇറങ്ങി ഉടൻ തന്നെ ഇയാളെ നെടുമ്പാശ്ശേരി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ജംഷീർ അത്താണിക്കൽ എന്ന യുവാവാണ്, മലയാളി യുവാവിനെയാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇയാളുടെ കൂടുതൽ വിവരങ്ങൾ നിലവിൽ ലഭ്യമായിട്ടില്ല. ഏതായാലും ഇയാൾക്കെതിരെ BNS-ഉം എയർക്രാഫ്റ്റ് നിയമം അനുസരിച്ചും കേരള പോലീസ് ആക്ട് അനുസരിച്ചും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. മറ്റെന്തെങ്കിലും കാരണമുണ്ട്, എന്തെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഏതായാലും വലിയ ദുരന്തമാണ്. ഒരുപക്ഷെ ഈ എമർജൻസി ഡോർ ഇയാൾ തുറന്നിരുന്നെങ്കിൽ അത് വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ചേനെ. പ്രത്യേകിച്ച് ഒരുപാട് ആളുകളുണ്ടായിരുന്നു, ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്ന ഒരു വിമാനമായിരുന്നു. ആ സമയത്ത് ഇയാൾ ഏതെങ്കിലും തരത്തിൽ ഈ വിമാനത്തിന്റെ വാതിൽ എമർജൻസി ഡോർ തുറന്നിരുന്നെങ്കിൽ അത് വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ചേനെ. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ സമയോചിതമായി യാത്രക്കാരും ക്യാബിൻ ക്രൂവും ഇടപെട്ടതുകൊണ്ടാണ് ആ ദുരന്തം ഒഴിവായത്. ഏതായാലും നിലവിൽ ഇയാളെ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മലയാളിയാണ്. മലേഷ്യയിൽ നിന്നും കൊച്ചിയിലേക്ക് വന്ന ബാട്ടിക് എയർലൈൻ വിമാനത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. ആശങ്ക സൃഷ്ടിച്ചു കുറച്ചധികം നേരം എന്നുള്ളതാണ്. നിതിൻ സേവ്യറാണ് വിശദാംശങ്ങൾ നൽകിയത്.